കോപ്പടി അഭയാഭവൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മീഡിയംസി തുടങ്ങി വെച്ച ഒരു എളിയ സന്നദ്ധ സംഘടനയാണ് ഇത്രയും നല്ല രീതിയിൽ ഈ 28 വർഷങ്ങളായപ്പോഴേക്കും വളർന്നു നിൽക്കുന്നത്. അതിൽ ഒരുപാട് ആളുകളുടെ ഒരു പിന്തുണയും കൂടിയുണ്ട്. ഇവിടെ ഓരോ വിഭാഗത്തിനും 10ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ഓരോ വിഭാഗത്തിനും ആളുകളുണ്ട്. അപ്പം നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. പണ്ട് അഭയഭവനിലെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തിരുന്നത് മേരിയമ്മച്ചിയായിരുന്നു. എന്നാൽ ഇന്ന് 10ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിനായി പ്രവർത്തിക്കുന്നുണ്ട്. മുക്കന്നൂർ അങ്കമാലി സ്വദേശി ജിഷയാണ് അഡ്മിനിസ്ട്രേറ്റർ. 28 വർഷം കഴിഞ്ഞു കോപ്പടിയിൽ ബത്ലഹേം അഭയഭവൻ ആരംഭിച്ചിട്ട്. അതിപ്പോഴും അതിൻ്റെ ജൈത്രയാത്ര വളരെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്. അമ്മച്ചി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഒരു വീട്ടമ്മയായിട്ടല്ലേ, ഒരു സാധാരണ ഒരു വീട്ടമ്മയായിട്ട് ഇത്രയും അന്തേവാസികൾക്ക്, ഒരു 360ഓളം അന്തേവാസികൾക്ക് അമ്മയായി മാറി, ഈ അഭയഭവൻ്റെ നെടുന്തൂണായി. അപ്പം ആ ഒരു കാലഘട്ടത്തെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം അമ്മച്ചിയുടെ വിയോഗത്തിന് ശേഷം എങ്ങനെ അഭയഭവൻ മുമ്പോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ചെല്ലാം നമ്മളോടൊപ്പം സംസാരിക്കുന്നത് ഇവിടുത്തെ അഭയഭവൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ജിഷ് ചേച്ചിയാണ്. ജിഷ് ചേച്ചി, ഈ ഒരു നീണ്ട കാലഘട്ടം അല്ലേ, ഒരു 28 വർഷത്തോളം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല. അപ്പം അമ്മച്ചി മാക്സിമം ഇവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു വിയോഗത്തിന് ശേഷം ഇത് ഇത്രയും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ആദ്യമൊക്കെ അമ്മച്ചി തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഇതിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് തിരിച്ച് പോകുന്നത്. അപ്പം അതിനെക്കുറിച്ച് അമ്മച്ചിയുടെ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു കാലഘട്ടവും ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വളരെ ആകാംക്ഷയുണ്ട്. ഒന്ന് പറയാമോ? അമ്മച്ചി 28 വർഷമായിട്ട് ഇത് നടത്തിക്കൊണ്ട് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സഫറിങ് ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളായിരുന്നു. അന്ന് ജോലിക്കാരില്ല, ഇതുപോലെ അങ്ങനെയൊക്കെ വന്ന സമയത്ത് ആൻറ്റി തന്നെയാണ് ഭക്ഷണം വയ്ക്കുന്നതും ഇവരെ കുളിപ്പിക്കുന്നതും രാവിലെ ഷേവ് ചെയ്യിപ്പിക്കുന്നതും. ഇപ്പോൾ ആളുകൾ ഷേവ് ചെയ്യാൻ നമുക്ക് വന്നിട്ടുണ്ട്, പക്ഷേ അന്ന് ഷേവ് ചെയ്യിപ്പിക്കുന്നതും, അതുപോലെ ഒരു ഒരു ബാത്റൂം ബ്ലോക്ക് വന്നാൽ പോലും അത് ചെയ്യുന്നത് ആൻറ്റി ആയിരുന്നു. ഞാൻ മേരി ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. ആൻറ്റി ആയിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ചെയ്തിരുന്നത്. പിന്നെ തുടരെ ഓരോരുത്തർ സ്റ്റാഫുകളൊക്കെ ആയിട്ട് വരാൻ തുടങ്ങി. ലാസ്റ്റ് അമ്മച്ചിയുടെ കാലഘട്ടം അവസാനിക്കുന്ന സമയമായപ്പോഴത്തേക്കും ആൻറ്റി തന്നെ അത് ഒരു 10 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചു. അത് ആൻറ്റിയുടെ 10 കൈവരലുകൾ എന്നാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻറ്റി ലീഗലാണെങ്കിലും ഇവരുടെ കാര്യങ്ങൾ നോക്കാൻ ക്ലയൻറ്റ് കെയർ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഹെൽപ്പേഴ്സിൻ്റെ തന്നെ ഒരു കാര്യങ്ങളാണെങ്കിലും അങ്ങനെ ഒരു 10 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അത് തിരിച്ചു. ആ സമയങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും ആൻറ്റിയുടെ വിയോഗത്തിലും അത് അത്രയും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അങ്ങനെ ആൻറ്റി തിരിച്ചു വെച്ച് ഇതിനൊരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇതെങ്ങനെ നടന്നു പോകണം എന്നുള്ളൊരു ഇത് ആൻറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് ഞാൻ ആൻറ്റിയുടെ കൂടെ 13 വർഷം ജോലി ചെയ്തതാണ്. അതിൻ്റെ ഒരു ബലം എനിക്ക് ശരിക്കും ആൻറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആൻറ്റിയുടെ വിയോഗത്തിലും എനിക്ക് ഇവരാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ തീർത്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ആൻറ്റിയുടെ വിയോഗത്തിലും അതുകൊണ്ട് സ്ഥാപനം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ലാതെ. ഇപ്പം അന്നൊക്കെ ഒരു ഇപ്പം മെൻ്റൽ സപ്പോർട്ട്, അതുപോലെ ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഇതൊക്കെ ഇങ്ങനൊരു സ്ഥാപനത്തിന് ആവശ്യമാണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ആദ്യ സമയങ്ങളിലൊക്കെ അത് കുറവായിരുന്നു. പിന്നീട് സ്ഥാപനം ഉയർന്നു വരുന്നതിനനുസരിച്ചിട്ട് ആൻറ്റിക്ക് ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്നാണെങ്കിലും ആ ഒരു സപ്പോർട്ടൊക്കെ കിട്ടിത്തുടങ്ങി. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കിട്ടിത്തുടങ്ങി. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. പിന്നെ
അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നും വേറെ നമുക്ക് സ്ഥാപനം എന്തായാലും അന്നത്തേതിൽ ഉയർന്നു വന്നിട്ടുള്ളൂ. ആദ്യകാലം ഞാനൊക്കെ വരുന്ന കാലഘട്ടങ്ങളിൽ മൊത്തം ഷീറ്റ് മേഞ്ഞ കെട്ടിടങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ആൻറ്റി പോയപ്പോഴത്തേക്കും എല്ലാവർക്കും ഉറപ്പുള്ളൊരു ബിൽഡിങ്ങിലേക്ക് അവരെ താമസിപ്പിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷമാണ് ആൻറ്റി തുടങ്ങിയത്. അതെ. അടുത്തതായി പരിചയപ്പെട്ടത് പബ്ലിക് റിലേഷൻഷിപ്പ് ഡയറക്ടർ സിദ്ധാർത്ഥൻ ടി.കെ. ആണ്. സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. പബ്ലിക് റിലേഷൻഷിപ്പ് ഡയറക്ടർ സിദ്ധാർത്ഥൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ, മേരിയംസിയുടെ ഒരു സ്വപ്നമായിരുന്നല്ലോ ഇവിടെ ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ അല്ലേ? തീർച്ചയായിട്ടും. അപ്പം അതിൻ്റെ ആ ഒരു പദ്ധതിയെക്കുറിച്ച് അതുപോലെ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അഭയഭവനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും മേരിയമ്മച്ചിയെ കുറിച്ച് പറയാതെ വയ്യ. തീർച്ചയായിട്ടും ഒരു ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഇത്രയും വിഷണറി ആയിട്ടുള്ള ഒരു വീട്ടമ്മ ലോകത്ത് വേറെ എവിടെയും തന്നെ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞൊരു 28 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ ജനുവരി 5, 1998 സ്റ്റാർട്ട് ചെയ്തതാണ് ബത്ലഹേം അഭയഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ഈ സ്ഥാപനം. തീർച്ചയായിട്ടും ഒരു സ്ഥാപനമായിട്ടല്ല മേരിയമ്മച്ചി തുടങ്ങിയത്. നിങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടുണ്ടാകും, വഴിയരികിൽ നിന്ന് കണ്ടെത്തിയ വിശന്ന് വലഞ്ഞ എല്ലാ അർത്ഥത്തിലും പരിഗണന അർഹിക്കുന്ന ഒരു മനുഷ്യനെ സഹോദരനായി കണ്ടുകൊണ്ട് വിശപ്പടക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് മടങ്ങുമ്പോൾ എന്തോ മനസ്സനുവദിക്കാതെ അപ്പോൾ തോന്നിയ ഒരു ഉൾപ്രേരണയാൽ അപ്പച്ചൻ എൻ്റെ കൂടെ വരുന്നുണ്ടോ എങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ മനുഷ്യന് ഒരു മടിയും കൂടാതെ മേരിയമ്മച്ചിയുടെ കൂടെ അവിടെ നിന്ന് കൂടെ പോരുകയാണിത്. അന്ന് ആ മനുഷ്യനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് വീടിനോട് ചേർന്ന് ഒരു ഷെഡിൽ അടിച്ചു തെറിച്ച് വൃത്തിയാക്കി അതിനൊരു അഭയം കൊടുത്ത് പല വെല്ലുവിളികളും നാട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നുമെല്ലാം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിരുന്നു. എന്നിരുന്നാലും അതൊന്നും പരിഗണിക്കാതെ ആ മനുഷ്യനൊരു ആശ്രയമല്ലോ ഒരു അഭയമേകുക എന്നുള്ളൊരു എളിയ ലക്ഷ്യത്തിൽ തുടങ്ങിയൊരു കാര്യമാണ് ഇന്നിപ്പോൾ 28 വർഷങ്ങൾ പിന്നിടുമ്പോൾ ബത്ലഹേം അഭയഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ളൊരു വലിയൊരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. നമ്മൾ സ്ഥാപനത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നുവെങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ മേരിയമ്മച്ചി അനുഭവിച്ച സഹനങ്ങൾ അതിനെക്കുറിച്ച് ഓർമ്മിക്കാതെ നമുക്കൊരു വാക്ക് ആദ്യമേ തന്നെ ആ സ്മരണയ്ക്ക് മുന്നിലൊരു നിമിഷം പ്രാർത്ഥന അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ നിലവിൽ അഭയഭവൻ ചെയ്യുന്നത് ഹോംലെസ് ആയിട്ടുള്ളവരും ഓൾഡ് ഏജ് ആയിട്ടുള്ളവരും മെൻ്റലി ഇല്ലായിട്ടുള്ള ഈ 3 വിഭാഗത്തിൽ വരുന്ന സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഏറ്റെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്. നിലവിൽ നമുക്ക് 350-ലധികം ആളുകളാണ് നിലവിൽ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. ഏകദേശം പാതിയോളം തന്നെ സ്ത്രീകളും പകുതിയോളം പുരുഷന്മാരുമാണ്. 18 വയസ്സ് മുതൽ 87 വയസ്സ് വരെ പ്രായമുള്ളവർ ഇവിടെയുണ്ട്. അതിലൊരു 80+ ഏജുള്ള 5ഓളം ആളുകൾ നമുക്കുണ്ട്. 70 വയസ്സ് പിന്നിട്ട 39 പേര് നിലവിലൂടെയുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളതിൽ ഭൂരിപക്ഷം ആളുകളും ഈ പറഞ്ഞ പോലെ ആരുടെയും സംരക്ഷണം ലഭിക്കാതെ പലപ്പോഴും തന്നെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് അധികൃതർ, സന്നദ്ധ പ്രവർത്തകർ ഇങ്ങനെയുള്ളവർ കൊണ്ടുപോയി എത്തിച്ചു തരുന്നവരാണ്. അപ്പം വളരെ പ്രതികൂല അല്ലെങ്കിൽ വളരെ ദയനീയമായ സാഹചര്യങ്ങളെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ ആളുകളാണ് ഭൂരിപക്ഷം ആളുകൾ ഇവിടെയുള്ളത്. അപ്പോൾ അവർക്ക് നമ്മളിവിടെ ഭക്ഷണം, മെഡിസിൻസ്, ഒരു ഷെൽട്ടർ, അവർക്ക് പൂർണ്ണമായിട്ട് ജീവിതകാലം പിന്നിടുവാനുള്ള എല്ലാ അവസരങ്ങളും നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ 28 വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും തീർച്ചയായിട്ടും മേരിയമ്മച്ചി ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് നടത്തി ഈ കണ്ട കാലയളവെല്ലാം ചെയ്തു പോകുന്നത്. ഒരുപാട് വെല്ലുവിളികൾ, നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായ വെല്ലുവിളികൾ, ഒരുപാട് പരിഹാസങ്ങൾ, ഈ പറഞ്ഞാൽ അവഗണിക്കലുകൾ, ഇതെല്ലാം നേരിട്ടിട്ടും ഈ ഇങ്ങനെയുള്ള പരിഗണന അർഹിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് മേരിയമ്മച്ചി തയ്യാറായിട്ടില്ല. ഈ ഗേറ്റ് എപ്പോഴും തന്നെ ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയം തേടി വരുന്ന ആർക്കും ഇവിടെ ഏത് സമയത്തും, പ്രത്യേകിച്ച് സ്ത്രീകളോ മറ്റോ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ പരിഗണന അർഹിക്കുന്ന ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും മേരിയമ്മച്ചി രണ്ടാമത് വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കത്തില്ല. ഇന്നിപ്പോൾ ഈ 28 വർഷം പിന്നിട്ട് 29ാമത് വർഷമാണ്. അപ്പോൾ നമ്മൾ മേരിയമ്മച്ചി വിട്ടുപോയിട്ട് ഒരു 7 മാസത്തിലധികമായി. കഴിഞ്ഞ 2025 ഒക്ടോബർ 18-നാണ് ഒരു അപകടത്തെ തോന്നി മേരിയമ്മച്ചി നമ്മളെ വിട്ടു പറഞ്ഞു പോയി. എന്നിരുന്നാലും തീർച്ചയായിട്ടും മേരിയമ്മച്ചിയുടെ ഒരു പ്രസൻസ് ഇവിടെ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എന്നും എക്കാലത്തും മേരിയമ്മച്ചി തന്നെയായിരിക്കും അഭയഭവൻ എന്നുള്ളതിൻ്റെ തീർച്ചയായിട്ടും ഒരു പ്രതിരൂപം എന്നുള്ളത് മേരിയമ്മച്ചി തന്നെയാണ്. അപ്പോൾ മേരിയമ്മച്ചി ബാക്കിയാക്കിപ്പോയ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു 50-ലധികം വരുന്ന ഒരു ടീം ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോട് കൂടിയിട്ട് നമ്മളിപ്പോൾ അഭയഭവൻ്റെ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ നമ്മളൊരു 10ഓളം ആളുകൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വിവിധ തരത്തിൽ വ്യക്തികളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ എല്ലാം പല സാഹചര്യങ്ങളിലും അപ്രോച്ച് ചെയ്തിട്ട് ഈ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെ പരിഗണിക്കപ്പെടുന്ന സംരക്ഷിക്കപ്പെടുന്ന ആളുകളുടെ സംരക്ഷണം ഏറ്റവും മെച്ചപ്പെട്ട ഒരു ജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനായിട്ട് സ്പോൺസർഷിപ്പുകളുണ്ട്. പല കമ്പനികളുടെ CSR ഫണ്ട് കാര്യങ്ങൾ, നമുക്ക് CSR ഫണ്ട് റിസീവ് ചെയ്യാനുള്ള റൈറ്റുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ സ്പോൺസർഷിപ്പുകളും
CSR ഫണ്ടുകളൊക്കെ ലഭ്യമാക്കാനുള്ള വഴികൾ നമ്മൾ പല രീതിയിൽ അവലംബിക്കുന്നുണ്ട്. അതാണ് നമ്മളിതിൻ്റെ ഒരു സുസ്ഥിര വികസന പദ്ധതി എന്നുള്ള ഇവിടെയുള്ള റെസിഡൻസിന് സ്പോൺസർഷിപ്പുകളിലൂടെ ഒരു സപ്പോർട്ട് കണ്ടെത്തി ഒരു സസ്റ്റൈനബിൾ പ്ലാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തു പോവുകയാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഏറ്റെടുക്കുന്ന ഓരോ അംഗങ്ങൾക്കും ഈ വന്നിട്ട് അതിൻ്റെ തുടക്ക ദിവസങ്ങൾ തീർച്ചയായിട്ടും ഒരു ഒബ്സർവേഷൻ പീരീഡ് നമുക്ക് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എത്തിച്ചു തരുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 5 to 10 days എങ്കിലും മിനിമം ഒരു ഒബ്സർവേഷൻ പീരീഡ് വെച്ചാൽ അവരെന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ചാലഞ്ചസ് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒബ്സർവേഷൻ പീരീഡിൽ നമുക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെൻറ്റോ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാനുള്ളത് പറ്റും. അതിനുശേഷം അവർക്ക് ആരെങ്കിലും ബന്ധുക്കളോ കാര്യങ്ങളോ ആൾക്കാരുണ്ട് എങ്കിൽ അപ്പോൾ അവരെ അറിയിക്കാനും അവർക്ക് തിരിച്ചു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള വഴികൾ തേടുന്നുണ്ട്. അതല്ല അവർക്കൊരു മടങ്ങി പോകാനൊരു ഇടമില്ല, സംരക്ഷണം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അഭയഭവൻ്റെ ഡോർ അവർക്കായിട്ട് എപ്പോഴും തുറന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരെ നമ്മൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പം നമ്മളിവിടെ അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സയോ മറ്റു കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നോക്കും. പിന്നെ സോഷ്യൽ വർക്കേഴ്സിൻ്റെ മാനസിക പിന്തുണ നൽകാനുള്ള സോഷ്യൽ വർക്കേഴ്സിൻ്റെ സർവീസ് നമുക്കൊരു 7ഓളം ആളുകൾ MSW കഴിഞ്ഞ് സോഷ്യൽ വർക്കേഴ്സുണ്ട്. അപ്പോൾ അവരുടെ പരിഗണന കാര്യങ്ങൾ, പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട് നമുക്ക്. ഈ പറഞ്ഞല്ലോ യോഗ, ഡാൻസ്, മ്യൂസിക് തെറാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അവരൊന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിനായിട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കാർപ്പറ്റ് മേക്കിങ്, പേപ്പർ ബാഗ് നിർമ്മാണം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഹൈജീൻ ആയിട്ടുള്ള ലിക്വിഡ് ഐറ്റംസ്, ക്ലീനിങ് ലിക്വിഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ എൻഗേജ് ചെയ്യാൻ ഒരു സോഷ്യൽ എൻ്റർപ്രൈസസ് യൂണിറ്റ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവർ എൻഗേജ് ചെയ്യിപ്പിക്കാനും മുന്നോട്ട് അതിൽ കുറച്ച് പേർക്കെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ലഭിക്കാനുള്ള വഴികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളീ പറഞ്ഞ പോലെ അഡ്മിഷൻ നടത്തുന്നു, അവരെ നമ്മൾ റീഹാബ് ചെയ്യുന്നു. അതിനുശേഷം അവർ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ദീർഘനാൾ കൊടുക്കേണ്ടി വന്നാൽ അത് നൽകിയിട്ട് അവർ ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് ആകാൻ സാധിച്ചാൽ അതെത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അവർ ആ ഒരു പൂർവ്വസ്ഥിതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കൊരു ശമനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉള്ളവരാണെങ്കിൽ അവരെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവരുടെ അടുക്കലേക്ക് സ്വന്തം ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകാൻ, ആ തിരിച്ചു കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു അസുഖം മാറി തിരികെ കൊണ്ടാക്കുക എന്നുള്ളതല്ല. തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കുടുംബാംഗങ്ങൾക്ക് ഒരു ബാധ്യത ആവാത്ത തരത്തിൽ എന്തെങ്കിലും ചെറിയൊരു വരുമാനം കണ്ടെത്താൻ അവരെ പ്രാപ്തരാക്കിയതിന് ശേഷം, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ മെഡിക്കേഷൻ മറ്റു കാര്യങ്ങൾ കഴിഞ്ഞാൽ സോഷ്യൽ വർക്കേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യോഗ ട്രെയിനിങ് അല്ലെങ്കിൽ ഈ സോഷ്യൽ എൻ്റർപ്രൈസസ് യൂണിറ്റ് ഇതിലൊക്കെ അവരെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് അവരൊരു വരുമാന മാർഗ്ഗം കണ്ടെത്താനുള്ള വഴികളും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ടാണ് നമ്മുടെ മേരിയമ്മച്ചിയുടെ ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു സ്വപ്നം എന്നുള്ളത്. നമ്മൾ അഭയഭവനോട് ചേർന്ന് തന്നെ നമ്മളൊരു ക്ലിനിക്കിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വർക്ക് കോൺക്രീറ്റ് ലെവൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സുമനസ്സുകളായ വ്യക്തികളുടെയും അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ എല്ലാം പിന്തുണ തേടി ആ ക്ലിനിക്ക് യൂണിറ്റിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് ഒരു 8 to 10 months തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ മുന്നിലുണ്ട്. ഇതിലേക്ക് നമ്മളെ നയിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് പല സാഹചര്യത്തിലും നമ്മളീ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ വന്നിട്ട് പെട്ടെന്നായിരിക്കും കൂടുതൽ പേര്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു 50-ലധികം പേര് തന്നെ ഈ പറഞ്ഞ പോലെ 70-80 വയസ്സൊക്കെ ആയ ആളുകളാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവർക്കൊരു ശാരീരിക അസ്വസ്ഥത അല്ലെങ്കിൽ അസുഖങ്ങൾ മൂർധന്യാവസ്ഥയിലാവുന്നൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ഇവിടുന്ന് കളമശ്ശേരിയിലേക്കൊക്കെയാണ് കൊണ്ടുപോകേണ്ടി വരുന്നത്. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ബന്ധപ്പെട്ട ഡോക്ടർ അവിടെ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവർ റെഫർ ചെയ്യപ്പെടുന്നത് പലപ്പോഴും തൃശ്ശൂർക്കോ കോട്ടയത്തേക്കായിരിക്കും. അപ്പോൾ ആ ദീർഘമായ യാത്ര ടൈമിൽ പലരുടെയും ജീവിതം ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായിട്ട് ആ മേരിയമ്മച്ചിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് അതെന്നും വളരെ ഒരു പെയിൻഫുള്ളായ നിമിഷങ്ങളാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അല്ലെങ്കിൽ അഭിമാനം നമുക്ക് സമൂഹത്തിന് തന്നെ ഉപകാരപ്രദമായ രീതിയിലാണ് നമുക്ക് ആ ക്ലിനിക്കിന് നമ്മൾ അഭയം സെൻറ്റർ ഫോർ മെൻ്റൽ ഹെൽത്ത് വെൽനസ് ആൻഡ് പാലിയേറ്റീവ് കെയർ എന്നുള്ള രീതിയിലാണ് നമ്മളൊരു 4900 സ്ക്വയർ ഫീറ്റിൽ ചെറിയൊരു ക്ലിനിക്ക് യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇമ്മീഡിയറ്റ് കെയർ ആവശ്യമുള്ള ആളുകൾക്ക് ഒരു മെഡിക്കൽ പരിരക്ഷ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. പിന്നെ സമൂഹത്തിലെ തന്നെ പരിഗണന അർഹിക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഇവർക്ക് ഈ പറഞ്ഞ പോലെ മെഡിക്കേഷനോ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു പാലിയേറ്റീവ് കെയർ കൊടുക്കാം എന്നുള്ള ഒരു സ്വപ്ന പദ്ധതിയായിട്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ലോകത്ത് തന്നെ വേറെ നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും ഒരു വീട്ടമ്മ തുടങ്ങി വെച്ച് ആരോരും ഇല്ലാത്ത ആളുകളെ എല്ലാ അർത്ഥത്തിലും ഈ പറഞ്ഞ പോലെ നിരാലംബരായാലും പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ആളുകളെ കണ്ടെത്തി സ്വന്തം മക്കളെ അല്ല സ്വന്തം സഹോദരങ്ങളെ എന്ന പോലെ കരുതലും സ്നേഹവും വാത്സല്യവും എല്ലാം കൊടുത്ത് സ്വന്തം മക്കളെ പോലെ നോക്കി പരിരക്ഷിച്ച് ഈ പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ നമുക്ക് 600-ലധികം വരെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ നമ്മളീ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഓരോ മാസത്തെ മെഡിക്കേഷനും മറ്റു കാര്യങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. തീർച്ചയായിട്ടും അത് കവർ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്.
ഈ സൈക്കാട്രിക് ഇൽനെസ് മറ്റ് കാര്യങ്ങൾ ഇതുള്ളതുകൊണ്ട് അതിൻ്റെ മെഡിസിൻസ് വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ അത് നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പലപ്പോഴും തന്നെ 5-10 പേര് ഏകദേശം അടുത്തടുത്ത ദിവസങ്ങളൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട സ്ഥിതിയുണ്ട്. അതൊക്കെ വരുമ്പോൾ നമുക്കത് മറികടക്കാൻ വളരെ വളരെ വെല്ലുവിളികളുണ്ട്, നേരിടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് മറികടക്കാൻ പര്യാപ്തരാകുന്ന സുമനസ്സുകളായ ഒരുപാട് ആളുകളുടെ പിന്തുണയും ഒരുപാട് സ്ഥാപനങ്ങളുടെ സപ്പോർട്ടും CSR പിന്തുണയും കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ അഭയഭവൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ പറഞ്ഞ പോലെ അതേപോലെ മേരിയമ്മച്ചിയുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്, അതായത് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാൾ പോലും അവശേഷിക്കരുത്. മാനസിക വെല്ലുവിളി എന്നുള്ള കാര്യം മറ്റേതൊരു അസുഖവും പോലെ തന്നെ നമ്മൾ തീർച്ചയായും നമ്മുടെ സ്നേഹ പരിചരണവും അത്യാവശ്യം മെഡിസിൻസ്, മെഡിക്കൽ സപ്പോർട്ടും കൗൺസിലിംഗ് കാര്യങ്ങൾ ആവശ്യമുണ്ടായി മറ്റ് അസുഖങ്ങൾ പോലെ തന്നെ കണ്ട് നമുക്ക് വേണ്ടുന്ന കെയർ കൊടുത്താൽ ഇവരെയും നമ്മുടെ സഹോദരങ്ങളായി കൂടെ നിർത്തി ഒന്നിച്ച് സമൂഹത്തിലെ മറ്റേവരെയും പോലെ തന്നെ നമുക്ക് ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാൻ പറ്റും. അതിന് സുമനസ്സുകളായ എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് മേരിയമ്മച്ചിയുടെ എല്ലാ ആദരവും അർപ്പിച്ചുകൊണ്ട് അഭിമന്യ പ്രവർത്തനത്തിൽ നിങ്ങൾ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി പറയുന്നു. താങ്ക് യു. മേരിയമ്മച്ചിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം, സ്വപ്നം തന്നെയാണ് ഇവിടെ ഒരു ക്ലിനിക്ക്, ഹോസ്പിറ്റൽ എന്നത്. ആ ഒരു ആഗ്രഹം, സ്വപ്നം എത്രയും വേഗം സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇതിൻ്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. അഭയഭവൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.